എല്ലാവർക്കും അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക്. കണ്ടോ, ഇതൊരു കുഞ്ഞു മരം നട്ടതാട്ടോ. ഇപ്പോൾ പടന്ന് വലുതായി ഇതുണ്ടോ. നമ്മളെ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ബാക്കിയുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, നല്ല വെയിലാട്ടോ. അതുകൊണ്ട് വെളിച്ചടിച്ചിട്ടേ അധികം ചെടികളും മരങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളത് അങ്ങനെയല്ല, നമ്മളത് ശരിക്കൊരു കാട് പോലെയാണ്. ഇത് കണ്ട ഇവിടെ ഒരു മരമൊക്കെ, ഇവിടെ മേഡത്തിനും ഉമ്മക്ക് മരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നട്ടതാണ്. ശരിക്കൊരു കേരളത്തിൻ്റെ പ്രതീതിയാണ്. ഇവിടെ നല്ല ചൂട് തുടങ്ങി. ഫ്രണ്ടിലേക്ക് എനിക്ക് പോയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ നടക്കില്ല. ഞാൻ പിന്നെ ഒരു ദിവസം ഫ്രണ്ടിലെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഇതുണ്ട് നമ്മുടെ ചെറിയ ഇല്ലിയില്ലേ, ഇതിന് ശരിയായ പേരെനിക്കറിയില്ല. കുഞ്ഞിമുള നിറച്ചുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. പിന്നെ മൈലാഞ്ചി ഉണ്ട്, പിന്നെ മൽബറി ഉണ്ട്. കഴിഞ്ഞ വർഷമല്ലേ ഈ മൽബറിയിൽ നിറച്ച് കായുണ്ടായി, ഒരുപാട് കായുണ്ടായിരുന്നേ ഇതിനകത്ത്. ഈ പ്രാവശ്യം കായുണ്ട്, പക്ഷേ മേലെ കാണുന്നുണ്ടോ കണ്ടോ, അവിടെ കുറേ കൊമ്പ് ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ നിറച്ച് കായ്ച്ചപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റാത്ത ഹൈറ്റിലായപ്പം നമ്മളതിനെ വളച്ച് വെച്ചിട്ട് വച്ചനേറ്റിട്ട് കൊടുത്തതാണ്. ആ വളച്ച സ്ഥലത്ത് വെച്ചിട്ട് ഇത് ഉണങ്ങിപ്പോയി. അങ്ങനെ അത് കട്ട് ചെയ്ത് കളയുകയാണേ ചെയ്തത്. പിന്നെ ഇതാ പൊമോഗ്രാനറ്റ് ഉണ്ട്, പിന്നെ കരിമ്പുണ്ട്. കരിമ്പിൻ്റെ കാര്യം പറയണ്ട, ഇവിടെ നിറച്ചുള്ള സാധനം കേട്ടോ. കരിമ്പ് എപ്പോഴും ഉണ്ടാവേ. നമ്മൾ ഇവിടെ ഒരു കരിമ്പിൻ്റെ ജ്യൂസ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്, ജ്യൂസ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ശർക്കരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് ചെറുനാരങ്ങേൻ്റെ മരമാണ്. ഇപ്പോൾ കായ് ഉണ്ട് അതിൽ. ഈ വെയിൽ കാരണം കായ് കാണാൻ പറ്റത്തില്ല കേട്ടോ. തെങ്ങുണ്ട്, പിന്നെ ഞാവലുണ്ട്. ഇതുവരെ ഞാവൽ കായ്ച്ചിട്ടില്ല. 7 വർഷമായി ഇവിടെ വെച്ചിട്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതുവരെ കായ്ച്ചിട്ടില്ല. കായ്ക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. പിന്നെ ഇത് ഒരു ഈന്തപ്പന, നല്ല അടിപൊളിയായിട്ട്. ഇവിടെയുള്ള എല്ലാ സാധനത്തിനേക്കാളും ഉഷാറായി ഇതിന്. പക്ഷേ കായ്ക്കില്ല. ഇത് എന്താണ്, ആണ് പെണ്ണോ ഇതൊന്നും കായ്ക്കില്ലല്ലോ. ആ കായ്ക്കാത്തതാണ് ഇത്. പിന്നെ സപ്പോട്ടയുണ്ട്. ഇതിൽ ഈ വർഷം കായ് കണ്ടില്ല. പൂവുണ്ട്. പൂവുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കൊരു കുറച്ച് കായ കിട്ടിയായിരുന്നു, നല്ല മധുരമുള്ളതാണേ. പിന്നെ ഇവിടുത്തെ കേട്ടോ മുരിങ്ങക്കായ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നിറച്ചുണ്ടാവേ. ഇപ്പോഴും ഇത് പൂ വിട്ടുകൊണ്ടിരിക്കുക. മേലേക്ക് ഒരുപാട് പൂക്കളുണ്ട്, ഇപ്പോഴും പൂ വിട്ടുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഒരുവിധം നല്ല ചൂട് വരുന്ന സമയം ഒഴികെ ബാക്കി എല്ലാ സമയത്തും നിറച്ച് കായ ഉണ്ടാവും കേട്ടോ. നമുക്കെപ്പോഴും ഓടി വന്നൊരു കറി വയ്ക്കാനുള്ളത് പറിക്കാനുള്ള സാധനം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിറച്ചുണ്ടായിരുന്നു. കുറേ ഓരോരുത്തർ കൊണ്ടുപോയി, കുറേ ഉണങ്ങിയിട്ട് നമ്മൾ പറിച്ച് കളഞ്ഞ് അങ്ങനെയൊക്കെ പോയി. കരിമ്പ് കണ്ടോ, കരിമ്പാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെയുണ്ട് ഒരു മൽബറി. ഫ്രണ്ടിലേക്ക് നല്ല വെയിൽ, അല്ലെങ്കിൽ ഞാൻ പോയേനെ. അവിടെ ഒരു പ്രത്യേക തരം മൽബറി ഉണ്ട്, അവിടെ ആമ്പലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് മാവാണ്. മാവിനും ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് പറയാൻ. ഇതും ഒരു 7 വർഷമൊക്കെ ആയിട്ട് നട്ട മാവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതും ഞാനൊരു വീഡിയോയിൽ പറയും. പിന്നെ ഇവിടെ ഉമ്മാൻ്റെ മേഡത്തിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ഇതൊരു മുന്തിരിയാണ്. അത് കഴിഞ്ഞ വർഷം നട്ടതാണേ. അപ്പോൾ വെയിലാകുമ്പോഴൊന്ന് ചെറുതായിട്ട് പോവും, ഉണങ്ങിയ പോലെയൊക്കെ നിൽക്കും. നമ്മൾ വിചാരിച്ച് ഉണങ്ങിപ്പോയി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ തീർത്തിട്ട് നല്ല കുറേ ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ ആയി വരും. ഇപ്പോൾ പടർന്ന് വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ. പിന്നെ ഇവിടെയുണ്ട് ഒരു ചെറുനാരങ്ങ. ഇവിടുത്തെ ചെറുനാരങ്ങ പൂക്കുമ്പം അവിടുത്തെ ചെറുനാരങ്ങ പൂക്കില്ല, അവിടുത്തെ ചെറുനാരങ്ങ പൂക്കുമ്പോൾ ഇവിടുത്തെ ചെറുനാരങ്ങ പൂക്കില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പിറക് വശം. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ എന്തോരം ബോഗൺവില്ലയാണെന്നറിയാം. ഇവിടെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. നാട്ടിലെ കടലാസ് പൂ പല കളറിൽ പല വെറൈറ്റിയിലുണ്ടാവും. ഇങ്ങനെ വെട്ടി വിട്ടിട്ടുണ്ടാവും. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിറച്ചുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ വെട്ടി വിട്ടിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ. ഞാൻ നടക്കാൻ പോകുന്ന സ്ഥലമൊക്കെ ഞാനൊരു ദിവസം വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ താഴെ അറിയിക്കുക. ബൈ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.